ഇന്ന് നമ്മളിവിടെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാണ് അറേബ്യക്കാർ കള്ളു കുടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീടുണ്ടായ കള്ളെല്ലാം വിഷത്തേക്കാൾ ഭീകരമാണെന്ന നിലക്ക് ശാസ്ത്രലോകം രാത്രി കള്ളു കുടിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്ത് ചെയ്യുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പൊന്നാര ഒട്ടകം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒട്ടകത്തിന്റെ അടുത്ത് പോയിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ അറുക്കുകയും ആ ഒട്ടകത്തെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പം നിയമങ്ങളാണ്, നിരവധി നിയമ സംവിധാനങ്ങള്, നിയമങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ. ആ നിയമങ്ങളെ നേരിടാനൊന്നും ഇന്ന് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെ ഇസ്ലാമിൻ്റെ നിയമ സംവിധാനങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്ന ഒരു ശൈലിയുണ്ട്, രൂപമുണ്ട്. ആ രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒന്ന് ചിന്തിക്കണം, ഇസ്ലാം കള്ളിനെ ഹറാമാക്കുന്നു. ഇസ്ലാം ചില കാര്യങ്ങളെ ഇസ്ലാമിൻ്റെ ആ അറബിയയിൽ, അന്നത്തെ അറബിയയിൽ അന്ന് വളരെ മോശമായ സാഹചര്യമായിരുന്നു. അന്നത്തെ അറബിയാക്കൾ വളരെ മോശമായ സാഹചര്യത്തിൽ, ജാഹിലി കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അവരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഒരു വല്ലാത്ത ആഘാതം തന്നെ ഇസ്ലാം നേരിടേണ്ടതായിരുന്നു. പക്ഷേ ഒരു പറ്റം സമൂഹം അതിനെ വല്ലാത്ത രീതിയിൽ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നാം ഒന്ന് തിരിച്ചറിയണം. അതായത് അറേബ്യയിൽ അന്ന് കള്ളിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കള്ള് അന്ന് അറേബ്യയിൽ വളരെ സുലഭമാണ്. ഇന്ന് നമ്മളിവിടെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ അന്ന് അറേബ്യക്കാർ കള്ള് കുടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അന്ന് കള്ളത്രത്തോളം പ്രാബല്യത്തിലിരിക്കെ ആ കള്ളിനെ ഹറാമാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് കള്ള് ഇനി കുടിക്കാൻ പാടില്ല എന്നല്ല ഇസ്ലാം പറഞ്ഞു വെച്ചത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായും കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകൾ വരുമായിരുന്നു. ഇസ്ലാം അങ്ങനെയല്ല അതിനെ കണ്ടത്. മറിച്ച് അതിന് കൃത്യമായ ഒരു ശൈലിയും ഘടനയും സാഹചര്യം സന്ദർഭവും നോക്കിയിട്ടാണ് ഇസ്ലാം അതിനെ മുന്നോട്ട് പറയുന്നത്. ആ രീതിയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് വഹിയായിട്ട് റസൂലിനെ ഇറങ്ങിയത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം. കള്ള് ഹറാമാക്കിയത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ആദ്യമായി തന്നെ കള്ളിനെ കുറിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്: വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ് തത്തഖിദൂന മിൻഹു സകറൻ വരിസ്ഖൻ ഹസന എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ നമുക്ക് മുന്തിരിയിൽ നിന്നും നഖ്ലിൽ നിന്നും ഈന്തപ്പനയിൽ നിന്നും നമുക്ക് നല്ല ഭക്ഷണവും നല്ലതായിട്ടും അതിനെ ഉപയോഗിക്കാം, എന്നാൽ മത്തിന് വേണ്ടിയിട്ടും അതിനെ ഉപയോഗിക്കാം എന്ന് ഖുർആൻ ആദ്യമായി അഭിസംബോധന ചെയ്തു വെക്കുകയാണ്. അഥവാ ബുദ്ധിയുള്ളവർക്കും ചിന്തിക്കുന്നവർക്കും അവർക്ക് അതിൽ നിന്നൊരു ദൃഷ്ടാന്തം ഉണ്ടായിരുന്നു. കാരണം അവർ മനസ്സിലാക്കുകയാണ്, ശരിയാണല്ലോ അല്ലേ, നമുക്ക് എന്തിനാണ് കള്ളായിട്ട് നമ്മൾ കുടിക്കുന്നത്, എന്തിനാണ് മത്ത് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാവുന്ന തരത്തിലേക്ക് ആദ്യം ഖുർആൻ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ അത് ഹറാമാണെന്ന നിലക്കൊന്നും അതിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ സാഹചര്യം കുറച്ച് വഷളാവുകയാണ്. കുറച്ച് കഴിഞ്ഞു പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട് കള്ളിനെ കുറിച്ച്, അഥവാ അത് കൂടുതൽ ഹാനികരമല്ലേ ശരീരത്തിന്, അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീടാണ് ഖുർആൻ അടുത്തൊരായത്ത് മുന്നോട്ട് വെക്കുന്നത്: യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ എന്ന് ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഥവാ റസൂലെ, അങ്ങയോട് ചോദിക്കും കള്ളിനെ കുറിച്ച് സഹാബാക്കള്. ആ സമയത്ത് നിങ്ങൾ പറയണം, കള്ളിൽ ഉപകാരങ്ങളുമുണ്ട് എന്നാൽ ദോഷങ്ങളുമുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങളെക്കാൾ വളരെയധികം അധികരിച്ചതാണ്. അഥവാ കള്ള് ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഉപകാരവുമുണ്ട് എന്നാൽ ഉപദ്രവമുണ്ട്. എന്നാൽ അതിൻ്റെ ഉപകാരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉപദ്രവങ്ങളാണ്. ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിരവധി ഉപദ്രവങ്ങൾ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും എന്ന് ഖുർആൻ ആദ്യമായി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത് പറയലോട് കൂടിയിട്ട് ഒന്നുകൂടി ഖുർആൻ അതിനെ എതിർക്കുകയാണ്. അഥവാ നമ്മുടെയൊക്കെ മക്കളോട് പറയുന്നത് പോലെ, മോനെ അതൊന്നും ചെയ്യണ്ട, അതത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല, അതിൽ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു കമ്പാരിസേഷൻ വശമാണ്. അപ്പോൾ ആ ഒരു തരത്തിലൂടെ ഇസ്ലാം രണ്ടാമതായിട്ട് ഖുർആന് റസൂലിനോട് അല്ലെങ്കിൽ സഹാബത്തിനോട്, ലോക ജനതയോട് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞു, കാലം കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ കാലം ഒന്നുകൂടി കലുഷിതാവുകയാണ്. കള്ള് കൂടുതലായി ഉപയോഗിക്കുന്നു. അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ വരുന്ന സമയത്ത് കള്ള് കുടിച്ചിട്ടാണ് വന്നത്.
അങ്ങനെ ആ ഒരു കള്ളിന്റെ മത്തിൽ അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഓതിയ ഒരു ആയത്തിൽ ചെറിയ പിഴവ് സംഭവിച്ചു. ഇത് കാരണം റസൂൽ എന്ത് ചെയ്യാണ്, പടച്ചവനോട് ചോദിക്കുകയാണ് കള്ളിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു തരാൻ. അങ്ങനെ ഒരു ആയത്തിറങ്ങാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറ എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോൾ അതോടുകൂടിയിട്ട് കള്ളിനെ ഒരു ഭാഗികമായിട്ട് ഇസ്ലാം ഹറാമാക്കുകയാണ്. അതായത് നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ, പള്ളിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും മത്തിലായിട്ട് കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് ഇസ്ലാം അതിനെ ഭാഗികമായിട്ട് ആ ഒരു കള്ളിനെ ഹറാമാക്കുകയാണ്. എന്നാലും പൂർണ്ണമായിട്ട് ഇസ്ലാം അതിനെ ഹറാമാക്കുന്നില്ല. അപ്പോൾ ഇത് കാരണം സഹാബാക്കൾ എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ കഥ പറഞ്ഞിരിക്കും, ആ സമയത്ത് അവർ കള്ളു കുടിക്കാൻ തുടങ്ങി. കാരണം അപ്പോൾ നിസ്കാരമില്ലല്ലോ. അങ്ങനെ രാത്രി സമയത്ത് സഹാബാക്കൾ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യും, ഒരു കഥ പറച്ചിലുണ്ട്. അതിനോടുകൂടി അവർ കള്ളിങ്ങനെ കുടിക്കും, കാരണം നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ. അപ്പോൾ രാത്രി കള്ളു കുടിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സഹാബി എല്ലാവരെയും തൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൽക്കാരത്തിന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ സൽക്കാരത്തിനിടെ എല്ലാവരും കള്ളു കുടിച്ച് കള്ളിന്റെ മത്തിലായിരിക്കെ ഹംസ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പൊന്നാര ഒട്ടകം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒട്ടകത്തിന്റെ അടുത്ത് പോയിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ അറുക്കുകയും ആ ഒട്ടകത്തെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇത് മത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്. പക്ഷേ ഇത് അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത വേദനയായി. റസൂലിനോട് പറഞ്ഞു, റസൂലേ, തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു എൻ്റെ ഒട്ടകത്തെ കൊന്നിരിക്കുന്നു. അങ്ങനെ റസൂല് ഹംസ റളിയല്ലാഹുവിന്റെ അടുത്ത് വരികയാണ്. ഹംസ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഹംസ, എന്താ നീ ചെയ്തു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഹംസ റളിയല്ലാഹുവിനൊന്നും പറയുന്നില്ല. റസൂലിന് മനസ്സിലായി കള്ളിന്റെ മത്തിലാണ് ഹംസ റളിയല്ലാഹു ഉള്ളത്. അങ്ങനെ റസൂൽ ഇതറിഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ അവസ്ഥ വല്ലാത്തൊരു മോശമാവാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ആളുകളും ചേർന്നുകൊണ്ട് റസൂലിന്റെ അടുത്തൊന്ന് പറയാണ്, റസൂലെ, ഞങ്ങൾക്ക് കള്ളിനെ കുറിച്ച് ഒരു പൂർണ്ണത വരുത്തണം. യഥാർത്ഥത്തിൽ ഞങ്ങൾ അത് വെടിയട്ടെ എന്നുള്ള നിലക്ക് സ്വഹാബിമാരുടെ അടുത്തുനിന്നൊരു സമീപനം ഉണ്ടാവുകയാണ്. അപ്പോൾ പടച്ചവൻ അവിടുന്ന് വഹി ഇറക്കാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറ വൽ മൈസറ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറയുന്ന ഒരു ആയത്ത് അല്ലാഹു തആല ഇറക്കുകയാണ്. ഇതോടുകൂടിയിട്ട് ഇസ്ലാമിൽ കള്ള് പൂർണ്ണമായിട്ടും ഹറാമാക്കുകയാണ്. നാം മനസ്സിലാക്കണം, എത്രത്തോളം ആ മനുഷ്യരുടെ മനസ്സിനോട് യോജിച്ച, സന്ദർഭത്തിനോട് യോജിച്ച രീതിയിലാണ് ഇസ്ലാം അവിടെ കള്ളിനെ ഹറാമാക്കുന്നത്. ആരും എതിർപ്പ് പറയാത്ത രീതിയിൽ ആ കള്ള് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണെന്ന് സ്വയം മനസ്സിൽ തോന്നിപ്പിക്കുന്ന അവസരങ്ങളിൽ ഇസ്ലാം കൃത്യമായി അവിടെ പറഞ്ഞു വെക്കുകയാണ്. അവിടെയാണ് ദൈവിക നിയമനത്തിൻ്റെയും മറ്റു നമ്മുടെ മനുഷ്യകരങ്ങളാൽ ഉണ്ടാക്കുന്ന നിയമത്തിൻ്റെയും വ്യത്യാസം വരുന്നത്. മനുഷ്യൻ എത്രത്തോളം ശ്രമിച്ചാലും അതിന് പരാജയത്തിന്റെ പല വശങ്ങളും നമുക്ക് കാണേണ്ടി വരും. കാരണം കുറച്ചു മുമ്പ് അമേരിക്കയിൽ കള്ള് ഹറാമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നിരവധി പണം മുടക്കിയിട്ട്, കോടിക്കണക്കിന് പണം മുടക്കിയിട്ട് അവർ കുറേ ഡോക്യുമെന്ററീസ് ഇറക്കുന്നു, നിരവധി അവയർനെസ് പ്രോഗ്രാമുകൾ വെക്കുന്നു, ആളുകളെ ബോധിപ്പിക്കുന്നു കള്ള് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന നിലക്ക് വളരെ ശക്തമായ രീതിയിൽ പണം മുടക്കിയിട്ട് അമേരിക്ക അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ഫലം വളരെ വലിയ പരാജയമായിരുന്നു. അതോടുകൂടിയിട്ട് അമേരിക്കയിൽ കൂടുതൽ കള്ളിന്റെ ഉപയോഗം കൂടി വരികയാണ്. കുട്ടികളും കൂടി കള്ളിലേക്ക് വരുന്നു. പിന്നീടുണ്ടായ കള്ളെല്ലാം വിഷത്തേക്കാൾ ഭീകരമാണെന്ന നിലക്ക് ശാസ്ത്രലോകം പറയുകയുണ്ടായി. അപ്പോൾ അമേരിക്ക ആ ഒരു ശ്രമത്തിന് എത്രയോ പണം മുടക്കിയിട്ട് ചെയ്തിട്ടും അത് ഫലം കാണുന്നില്ല. എന്നിട്ട് ആ ഒരു നിയമത്തെയും എല്ലാത്തിനെയും അമേരിക്ക പാഴ്വേലയാക്കി കാണുകയാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ആ ഒരു നിയമനം, ആ നിയമ സംവിധാനം നാം തിരിച്ചറിയുക തന്നെ വേണം. അതുപോലെ നാം മനസ്സിലാക്കേണ്ടതാണ്, ആദ്യമായി റസൂൽ പ്രവാചകത്വം കിട്ടിയതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി തൗഹീദിനെ പരിചയപ്പെടുത്തുകയാണ്. സഹാബാക്കൾക്കിടയിൽ എന്താണ് തൗഹീദ്, ബിംബാരാധന എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലെന്ന് അവരോട് ബോധിപ്പിക്കുന്നു. അതിനുശേഷം നിസ്കാരത്തെ കുറിച്ച് പറയുന്നു. നിസ്കാരം അവര് ജീവിതത്തിൽ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് സാവധാനം നോമ്പിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നു. പിന്നീട് സക്കാത്തിനെ, പിന്നീട് ഹജ്ജിനെ. അതെല്ലാം ഒറ്റയടിക്ക് ഇസ്ലാം പറഞ്ഞു വെച്ചതല്ല, മറിച്ച് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം പറഞ്ഞു വെക്കുകയായിരുന്നു. അവർക്ക് യോജിക്കുന്ന രീതിയിൽ, താങ്ങുന്ന തരത്തിലേക്ക് അവരോട് സംവദിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പടച്ചവന് ഖുർആനിലൂടെ ചെയ്തത് എന്നുള്ളതാണ്. സുന്ദരമാണ് ഇസ്ലാം, പ്രകാശമാണ്, സമാധാനമാണ്. അതിൻ്റെ എല്ലാ മാതൃകകളാണ് നാം ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് പറഞ്ഞു വെച്ചത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നിങ്ങളോട് സംവദിക്കാനുമുണ്ട്, പറയാനുമുണ്ട്. ഇസ്ലാമിൻ്റെ മാതൃകയെക്കുറിച്ച്,
ഇസ്ലാമിൻ്റെ ആ നൈതികത, ആ ഒരു നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം എങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിന് പല മേഖലയിലൂടെ നമുക്ക് ഇറങ്ങിത്തിരിഞ്ഞുകൊണ്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താനേ സാധിക്കുകയുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമനത്തെക്കുറിച്ച് ചെറിയൊരു ബോധം, ആ കള്ള് എങ്ങനെ ഹറാമാക്കി, ഇസ്ലാം എങ്ങനെ മനുഷ്യകുലങ്ങളോട് സംവദിച്ചു, ആ ഒരു സൈക്കോളജിക്കൽ വശം മാത്രം നിങ്ങളോട് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം പറഞ്ഞത് വ്യക്തമായി എന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.